Hello, this is Sonuben with my little Benny. She is my plum patty. ആരാണ് പ്ലം പാറ്റി? പ്ലം പാറ്റി. ഇന്ന് ബെനിയും അമ്മയും കൂടെ അപ്പത്തിന്റെ ബാറ്റർ അരയ്ക്കാൻ പോവാണ് മിക്സിയിൽ, അല്ലേ? എന്ത് ചെയ്യാൻ പോവാണ്? അപ്പത്തിന്റെ ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ബെനീനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്. ബെനി ഇന്ന് രാവിലെ ഭയങ്കര അലമ്പായിരുന്നു. എന്തിനായിരുന്നു? ബെനിക്ക് ഫോൺ വേണം. ഞാൻ അത്യാവശ്യമായിട്ട് ഒരാളോട് വളരെ സീരിയസ് ആയിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളത് മേടിച്ചിട്ട് മിനിമൈസ് ചെയ്തിട്ട് റീൽ കണ്ടുകൊണ്ടിരിക്കുക. അത് അവളുടെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ കുറേശ്ശെ ഫോൺ അഡിക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫോൺ അഡിക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഫോൺ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി നമ്മൾ പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് അവർക്ക് സങ്കടം വരും, പിന്നെ അങ്ങ് കരച്ചിലാവും. അപ്പോൾ നമുക്കും കുറച്ച് വിഷമം വരും. പക്ഷേ അത് ശരിയല്ല. അവരുടെ വിഷമം കണ്ട് നമ്മുടെ ഹൃദയം അലിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെയും ഫോൺ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവരെ എന്താ പറയണേ, നമ്മുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ അടുത്ത് മാറ്റി ഇരുത്തിയിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സങ്കടവും മാറത്തില്ല, അവർ പിന്നെയും വാശി പിടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അപ്പത്തിൻ്റെ ബാറ്റർ അരയ്ക്കുമ്പോൾ അവളെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അവൾക്കൊരു ടാസ്ക് ആകും, അവളുടെ ബോറടി മാറും. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ ബാറ്റർ അരയ്ക്കാൻ എടുത്തപ്പോൾ അവൾ ഇവിടെ ബബിൾസ് എടുത്തുകൊണ്ട് വന്നു, ബബിൾസ് ഊതാനായിട്ട്. അപ്പോൾ എനിക്ക് അവളുടെ കൂടെ പോയി ബബിൾസ് ഊതാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അപ്പത്തിൻ്റെ ബാറ്റർ അരച്ച് വെച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ അരച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് അവളുടെ ബോറടി മാറും. അവളൊരു കാര്യം ചിലപ്പം ഇപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഫ്യൂച്ചറിൽ അവളത് ലേൺ ചെയ്യുമല്ലോ, അല്ലേ? അപ്പത്തിൻ്റെ ബാറ്റർ അരയ്ക്കാം. ഓക്കെ, ഇങ്ങോട്ട് നോക്ക് ബെനി. സീ യു. ഞാൻ അത്യാവശ്യമായിട്ടൊരു വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവൾ അത് വന്ന് മിനിമൈസ് ചെയ്തിട്ട് അതിനിടയ്ക്ക് ഫേസ്ബുക്ക് റീല് കാണുന്നത്. അത് അവളുടെ സ്ഥിരം പരിപാടിയാണ്. നമ്മൾ ഫോൺ എങ്ങാനും നിലത്ത് വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതപ്പം തന്നെ മിനിമൈസ് ചെയ്തിട്ട് യൂട്യൂബോ ഫേസ്ബുക്കോ എടുത്തിട്ട് റീല് കാണുക. അപ്പം അതത്ര നല്ലൊരു പ്രവണതയല്ലാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഫോൺ പിടിച്ച് മേടിച്ചു. പക്ഷേ അവളതങ്ങ് എൻ്റർടൈനിങ് ആയിട്ട് വരുമ്പോഴാണ് ഞാനത് പിടിച്ച് മേടിച്ചത്. എനിക്കും സങ്കടം വന്നു. പക്ഷേ നമ്മൾ പിള്ളേരുടെ വാശിക്ക് മൊത്തത്തിലങ്ങ് കൂട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ വഷളായി പോകത്തേ ഉള്ളൂ. അപ്പം ഞാൻ അവളെ പിടിച്ച് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അവളെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന ജോലിയിൽ അവളെ കൂടെ അങ്ങ് കൂട്ടാമെന്ന് ഞാൻ കരുതി. ഇതെന്നതാ? റൈസ്. ഇത് എന്തിനുള്ള റൈസാ? എന്തിനുള്ള റൈസാ? മിക്സിയിൽ ഇടാണം. അതല്ല പിന്നെ അയ്യോ കളയല്ലേ, കോരി കളയല്ലേ. അപ്പം അരയ്ക്കാനുള്ള റൈസാണ് അല്ലേ? അപ്പത്തിൻ്റെ ബാറ്ററിനുള്ള. ഓക്കെ, അപ്പത്തിന് അരയ്ക്കാം നമുക്ക്. ഇപ്പം എടുക്കല്ലേ, അമ്മ വരാം. നമ്മൾ ഇവരിങ്ങനെ പണിക്ക് കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ നല്ല ദേഷ്യം വരും. കാരണം ഇപ്പോൾ ഇവൾ കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഒരു സ്പൂൺ അരി എടുത്ത് താഴത്തേക്കിട്ടു. പക്ഷേ അതവർക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നത്. അവർ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ നോർമലി എനിക്ക് നല്ലപോലെ ദേഷ്യം വരാറുണ്ട് ഇങ്ങനെ കാണിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ അത് അവളെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയില്ല, അവർക്ക് താഴെ വീഴും എന്ന് ചിന്തിക്കാനുള്ള അത്രയും ബോധമൊന്നും ഇല്ല. കണ്ടോ, ഇപ്പോൾ താഴെ വീഴുന്നുണ്ട്. നമ്മൾ താഴെ വീണാൽ നമ്മൾ എടുത്ത് കഴുകുക. നമുക്ക് വേറെ അത്രേ ചെയ്യാനുള്ളൂ. നിറച്ച് കോരിയിട്. അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ? അമ്മ വരാം, അമ്മ ഹെൽപ്പ് ചെയ്യാൻ വരാം. മൈ ടേൺ. ഇതേ കണ്ടോ, താഴെ കളഞ്ഞു. പക്ഷെ സാരമില്ല, അവർ സ്ലോലി അത് ലേൺ ചെയ്തോളും. നമ്മളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒന്ന് ഇൻട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതെനിക്കും സമയമുള്ളത് കൊണ്ടാട്ടോ. എനിക്കിന്ന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവൾക്കും കൂടെ ഒരു അവസരം കൊടുത്തത്. മിക്സിയുടെ ജാർ എടുത്ത് മേലെ വയ്ക്കേ. അതല്ല, ഇത് ഈ ജാർ എടുത്ത്. അയ്യോ, താഴെ വീഴരുത്. ഇവിടെ പിടിക്കുക. അത് മര്യാദയ്ക്ക് വയ്ക്കുക. അങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. ജാറ് തിരിച്ചു വയ്ക്കുക. ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക. അമ്മ പറയാം. താഴെ പോവോ? താഴെ പോകാനായിട്ട് ഈ വെട്ടിനകത്ത് വയ്ക്കണം. അങ്ങനെ. അപ്പോൾ അഞ്ജലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അവിടെ വന്നപ്പോൾ അഞ്ജലിനെ അവൾക്കത് കാണിക്കാനായിട്ട്
കാണിച്ചു തരുമോ? അങ്ങനെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കണോ? എങ്ങനെ? ഇതെന്താ പാലപ്പം? പക്ഷെ ഇതൊന്നും എനിക്ക് വേസ്റ്റ് ആക്കാൻ തോന്നുന്നു. നല്ല മൂക്കട്ട വെച്ചിട്ട് വേണം അപ്പം അരയ്ക്കാൻ. ഇത് സമയം പോയിക്കൊണ്ടിരിക്കുക. ഇതാരൊക്കെ ബെനിക്കുള്ള അപ്പമാണോ? ഇച്ചിരി ഉള്ളല്ലോ. എന്തിയെ ബെനി ബേബി എന്തെടുക്ക? ആണോ? ഇതെന്നതാ ഇത്? വീടാണോ? പക്ഷെ തലയിടുന്ന ബുഷാണല്ലോ ഈ കാണുന്ന മുഴുവൻ. ഹാപ്പി ബർത്ത്ഡേ ആണോ? ഇതാരാ ഈ ഫോട്ടോ എടുത്ത് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? അമ്മയുടെ ഗോവയിൽ പോയ ഫോട്ടോ? അമ്മ ഇതാണോ? അത് അനുവിനെ മറന്ന്. അത് ഡിയ. അനു ചേച്ചി ആൻഡ് ഡിയ ചേച്ചി. ആ അതവിടെ കൊണ്ട് വെക്കേ, ഇരുന്ന സ്ഥലത്ത് അമ്മയുണ്ട് അവിടെ. അങ്ങനെ ബെനി അരച്ച് വെച്ചിരിക്കുന്ന അപ്പമ്മാവാണിത്. നമുക്ക് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഇത് ഫെർമെൻ്റ് ആകുമായിരിക്കും. ഇപ്പോൾ 10-10:15 ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് അപ്പം മുട്ടക്കറിയും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു സൺഡേ ഒക്കെ അല്ലേ, എന്തെങ്കിലും വെറൈറ്റി ആവട്ടെ. സാധാരണ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കേണ്ടതാണ്. പക്ഷേ ഇന്നലെ എനിക്ക് തീരെ അങ്ങോട്ട് സമയം കിട്ടിയില്ല. ഈ മുട്ടയും കാബേജും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇത് ഡിന്നറും കൂടെ ഞാൻ ഇപ്പം അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഡിന്നർ ഞാനൊരു സാലഡല്ല, ഒരു സാലഡ് പോലെ എന്നാൽ കുക്ക് ചെയ്ത ക്യാബേജും പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള മുട്ടക്കറിയും ഇപ്പം തന്നെ ഉണ്ടാക്കിയേക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പം അതിനായിട്ട് ഞാൻ മുട്ട ബോയിൽ ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. ഈ മുട്ടയ്ക്കൊരു ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ. ഭയങ്കര വലിപ്പമാണ് ഇതിനകത്ത് പിന്നെ 2 ഉണ്ണിയുണ്ട്. അങ്ങനെ പയ്യെ ഓരോന്ന് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഉച്ചയായി. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്തതുകൊണ്ട് അപ്പത്തിൻ്റെ ബാറ്റർ ഫെർമെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെനി ബേബിക്ക് പെട്ടെന്ന് തന്നെ അപ്പം ഉണ്ടാക്കി കൊടുത്തു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് അവൾ അത്ര കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പവും മുട്ടക്കറിയൊക്കെ, അവൾക്ക് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള കറികൾ ഒക്കെ ഉണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് കഴിച്ചോളൂ. ഉണ്ടാക്കിയപ്പാ ബെനി ഉണ്ടാക്കിയതാണോ? അമ്മയാണോ ബെനിയാണോ? അപ്പയോ? രാവിലെ അപ്പത്തിന് മാവരച്ചതാരാ? നോക്കി ബെനി അവിടെ ഇരിക്ക്. ഇത് ആരാ മാവരച്ചേ? അമ്മയും ബെനിയും കൂടെ അല്ലേ അരച്ചേ? അപ്പാണല്ലേ നമ്മൾ കഴിക്കണേ. അപ്പവും മുട്ടക്കറിയും കഴിക്കാണല്ലേ ബെനി? മുട്ട. അമ്മയുടെ ചക്കരപ്പനാരാ? ഇച്ചിരി മുന്നേ കരഞ്ഞതാരാ? അമ്മ സോറി കേട്ടോ, കുട്ടനെ വഴക്ക് പറഞ്ഞില്ലേ? സോറി കേട്ടോ. ഒരു ഉമ്മ തരുമോ അമ്മയ്ക്ക്? അതായത് ഞാനുണ്ടല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിനെ വഴക്ക് പറഞ്ഞു. കാരണം അവൾ കഴിക്കാനിരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ആ ഫോൺ പെട്ടെന്ന് പിടിച്ച് മേടിച്ച് അവൾക്ക് വീഡിയോ യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ട് അവൾ പ്രശ്നം ഉണ്ടാക്കി. അപ്പം ഞാൻ അവളെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു. കാരണം എൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞാൻ അവളുടെ അടുത്ത് തീർത്തു. പക്ഷെ അതങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്കും അറിയാം അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മൾ അമ്മമാരായിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്നായിരിക്കും പെരുവിരലേന്നൊക്കെ ദേഷ്യം മരിച്ച് കയറുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും പിള്ളേരോട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ചെയ്താലും അവരോട് സോറി പറയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ബെനിങ്ങ നോക്കിക്കേ, നോക്ക്. ഐ ലവ് യു. ഒരു ഉമ്മ തരുമോ? ഒരു ഫ്ലൈയിങ് കിസ് താ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പിള്ളേരുടെ ഫോൺ ഉപയോഗമൊക്കെ കണ്ടമാനം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലെങ്കിലും ഇത് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബൈ ബൈ ഫ്രം പാറ്റി.